നമസ്കാരം. ഓം നമസ്തേ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാശിവരാത്രി 2025 ശിവരാത്രിയുടെ ഐതിഹ്യവും പുരാണങ്ങളും വ്രതമെടുക്കുന്നതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാം. മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിയിൽ അർദ്ധരാത്രിയിലാണ് ശിവരാത്രി ആഘോഷം. ശിവപുരാണം, ലിംഗപുരാണം തുടങ്ങിയ പുരാണങ്ങളിലാണ് ശിവരാത്രിയുടെ ഐതിഹ്യവും വ്രതത്തിൻ്റെ പ്രാധാന്യവും പറയുന്നത്. മാഘമാസം കഴിഞ്ഞ് എന്നാൽ ഫൽഗുന മാസം തുടങ്ങുന്നതിന് മുൻപ് വരുന്ന കറുത്ത പക്ഷത്തിലാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. വിശ്വാസപ്രകാരം ശിവരാത്രി എന്നാൽ വലിയ ഉത്സവം മാത്രമല്ല, മറിച്ച് അതൊരു പുണ്യദിനം കൂടിയാണ്. ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഈ പുണ്യദിനത്തിൽ ശിവനെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിയിൽ അർദ്ധരാത്രിയിലാണ് ശിവരാത്രി ആഘോഷം. ശിവപുരാണം, ലിംഗപുരാണം തുടങ്ങിയ പുരാണങ്ങളിലാണ് ശിവരാത്രിയുടെ ഐതിഹ്യവും വ്രതത്തിൻ്റെ പ്രാധാന്യവും പറയുന്നത്. മാഘമാസം കഴിഞ്ഞാൽ എന്നാൽ ഫൽഗുന മാസം തുടങ്ങുന്നതിന് മുൻപ് വരുന്ന കറുത്ത പക്ഷത്തിലാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഈ വ്രതം നോക്കുന്നതിലൂടെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതും ശിവരാത്രി എന്ന ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവാസുരന്മാർ ചേർന്ന് അമർത്യനായി പാലാഴി കടഞ്ഞപ്പോൾ ലോകനാശകമായ ഒരു കാളക്കൂട വിഷം ഉയർന്നു വരികയും ഭഗവാൻ പരമശിവൻ സ്വയം വിഴുങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ശിവൻ വിഴുങ്ങുകയും എന്നാൽ പാർവതി ദേവി തൻ്റെ ഭർത്താവായ ശിവഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു. ആ രാത്രി മുഴുവൻ ഉറക്കമണച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അന്നേ ദിവസം രാത്രി ഉറക്കമണച്ച് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത്. ശിവരാത്രി ദിവസം ശിവഭജനം, വ്രതാനുഷ്ഠാനം, ഉറക്കമെളുപ്പ് എന്നിവയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം. ഇത് കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും നൽകും. എന്നാൽ ശിവരാത്രിയിൽ വ്രതമെടുക്കുന്നതിലും ചില ചിട്ടവട്ടങ്ങളുണ്ട്. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവലിംഗ പൂജയും നടത്തണം. അന്നേ ദിവസം ലഘുഭക്ഷണം മാത്രമേ വ്രതം നോക്കുന്നവർ കഴിക്കാവൂ. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർ ചെറിയ പഴങ്ങൾ കഴിച്ച് ഭക്ഷണങ്ങളോ കഴിക്കാവുന്നതാണ്. ശിവരാത്രി ദിവസം ശിവനെ ആരാധിക്കുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം പുണ്യമായി കണക്കാക്കുന്നു. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മോക്ഷം ലഭിക്കുന്നതാണ്. ഈ ദിവസം ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്താറുണ്ട്. ശിവരാത്രി ദിവസം രാത്രി ഉറങ്ങാതെ ശിവഭജനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്.